ഓഫ് കോഴ്സ് കടം മേടിക്കുമ്പോൾ ഇൻട്രസ്റ്റ് അടച്ചേ മതിയാവുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവര് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. അതിനെയാണ് ക്രൗഡിംഗ് ഔട്ട് എഫക്ട് എന്ന് പറയുന്നത്. ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് സെറ്റിന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. The demonstration effect is a key component of which consumption theory? Relative income hypothesis, absolute income hypothesis, permanent income hypothesis, life cycle hypothesis. So the right answer വരുന്നത് relative income hypothesis ആണ്. Demonstration effect എന്ന് പറഞ്ഞാൽ എന്താ? Generally എല്ലാ ഇൻഡിവിജ്വൽസിലും ഉള്ള ഒരു തോന്നലാണ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ആണ് ഈ ഒരു demonstration effect എന്ന് പറയുന്നത് അല്ലെ. അതായത് മറ്റുള്ളവരെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാണുമ്പോൾ നമുക്കും അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതിനെയാണ് ഡിമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ജെയിംസ് ഡ്യൂസൻബെറി ആണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് എന്നുള്ളത് കൊണ്ടുവന്നത്. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻ ആണ്. ജെ.എം. കെയ്ൻസ് ആണ് അത് പുട്ട് ഫോർവേഡ് ചെയ്തത്. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് മിൽട്ടൺ ഫ്രെഡ്മാൻ ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് മൊഡിഗ്ലാനി ആണ് അല്ലെ. ഓരോ ലൈഫ് ടൈം ഇൻകം, എങ്ങനെയാ നമ്മുടെ എക്സ്പെൻഡിച്ചർ വേണ്ടത്, എങ്ങനെയാ നമ്മുടെ സേവിങ്സ് വേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്. അടുത്ത ചോദ്യം, the user cost of capital depends on real rate of interest, rate of depreciation, stock of money supply, MEC, corporate income tax. So ഇവിടെ ബേസിക് ആയി ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെ. അത് ബേസിക്കലി എന്താ? നമ്മളിപ്പോ ഒരു ക്യാപിറ്റൽ റിസോഴ്സ് മൊബിലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഗവേൺ ചെയ്യുന്നത് എന്നാണ്. ബേസിക്കലി നമുക്ക് ഇതിനെ 3 ഫാക്ടേഴ്സ് ആണ് ഗവേൺ ചെയ്യുന്നത് എന്ന് പറയാം. ഒന്ന് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 2 റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ആൻഡ് 3 കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. സോ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇറ്റ് ഇസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഓർ ബോറോയിങ് ഫണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ എ ക്യാപിറ്റൽ അസറ്റ്. ഹയർ റേറ്റ്സ് ഇൻക്രീസസ് റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് സെക്ടറിന്റെ കൺസിഡറേഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് അവരുടെ നെസസിറ്റീസ് മീറ്റ് ചെയ്യാനായി ഫണ്ട് ഏറ്റവും ആവശ്യമാണ് അല്ലെ. അപ്പം നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുന്ന സമയത്ത് എത്രത്തോളമാണ് അവിടെ അഡീഷണൽ ആയി എക്സ്പെൻസസ് വരാൻ സാധ്യതയുള്ളത്, അതേപോലെ തന്നെ നമ്മൾ അഡീഷണൽ ആയി എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് അടയ്ക്കേണ്ടത് മുതലായ കൺസിഡറേഷൻസ് ആണ് ഇവിടെ വരുന്നത്. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ബിസിനസ് യൂണിറ്റ് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓഫ് കോഴ്സ് റിസോഴ്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പം ഇങ്ങനെയുള്ള റിസോഴ്സസിൽ ഫിസിക്കൽ അസറ്റ്സില് വെയർ ആൻഡ് ടിയർ ഒക്കെ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ മെഷീൻസിന്റെ കേസ് ഒക്കെ ആണെങ്കിൽ അവിടെ വെയർ ടിയർ ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ വരുന്നതിനെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയും. നെക്സ്റ്റ് കംസ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. അതായത് പോസ്റ്റ് ടാക്സ് റിട്ടേൺ ഓൺ ആൻ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിലുള്ള ടാക്സ് റിട്ടേൺസിനെയാണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് വരുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഡിപ്രിസിയേഷൻ അലവൻസസ്, കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്സ് മുതലായ കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ അതിലൊക്കെ എന്താ വേരിയേഷൻസ് ആണ് വരുന്നത്. അപ്പൊ അതെല്ലാം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, Tobin's Q ratio is used as an indicator of inflation, income inequality, investment decisions, consumer spending. Tobin's Q ratio അല്ലെ, എപ്പോഴും ചോദിക്കുന്നതാണ് ഈ Tobin's Q ratio. Tobin's Q ratioനെ അല്ലെങ്കിൽ നമ്മൾ Tobin's ratio അല്ലെങ്കിൽ Q ratio എന്ന് പറയും. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ അസറ്റിനെ റീപ്ലേസ്മെന്റ് കോസ്റ്റുമായി ബന്ധപ്പെടുത്തുന്നതാണ് അവ. അതായത് ഇപ്പൊ ഒരു ബിസിനസ് യൂണിറ്റ് ആണെങ്കിൽ അവരുടെ കയ്യിൽ മെഷീൻ കാണും, ലാൻഡ് കാണും. സോ ഇതിനെല്ലാം ഒരു മൂല്യം കാണും അല്ലെ. നമ്മുടെ ഫിസിക്കൽ അസറ്റ്സിനെല്ലാം തന്നെ ഒരു മൂല്യമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. അതായത് ഇപ്പൊ ലാൻഡ് നമ്മൾ വിൽക്കുന്നു, അല്ലെങ്കിൽ മെഷീനറി ആണെങ്കിൽ മെഷീനറിയുടെ
വെയർ ആൻഡ് ചെയർ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോഴൊക്കെ എന്തുണ്ട്, ദർ ഇസ് എൻ എക്സ്പെൻസ് വിച്ച് ഇസ് നോർമലി അദയറിംഗ് വിത്ത് ദാറ്റ് അല്ലെ. അതിനെയാണ് ടോബിൻസ് ക്യൂ അല്ലെങ്കിൽ ക്യൂ റേഷ്യോ എന്നുള്ളതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. നോബൽ ലോറേറ്റ് ആയ ജെയിംസ് ടോബിൻ ആണ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയായിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? വളരെ പ്രോംപ്റ്റ് ആയി സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് കൺസിഡറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് അല്ലെ. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ടോബിൻസ് ക്യൂ റേഷ്യോ അണ്ടർടേക്ക് ചെയ്യുന്നത്. സോ സപ്പോസ് ക്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഫേമിന്റെ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, റീപ്ലേസ്മെന്റ് കോസ്റ്റിനേക്കാള് ഹയർ ആണ്. അതായത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അസറ്റ് കൂടിയേ മതിയാവൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന തേയ്മാന ചെലവാണ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ആണെങ്കിൽ അതൊന്നും നമ്മൾ എന്ത് ചെയ്യണില്ല, കണക്കിലെടുക്കണില്ല. നമ്മൾ അതിനെല്ലാം ബേസിക്കലി തയ്യാറാണ്, എന്ത് വേണമെങ്കിലും സഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. കാരണം അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അസറ്റ് ആണ് വരുന്നത്. ഇനി ക്യൂ ലെസ് ദാൻ 1 ആണെങ്കിലോ അസറ്റ്സ് അണ്ടർ വാല്യൂഡ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ, നമുക്ക് ഒരു കാര്യമില്ലാത്ത ഒരു അസറ്റ് ആണ് അത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു കാര്യമില്ലാത്തൊരു മെഷീനറിയാ, ഇനിയും നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല, അതൊന്നും പ്രോഫിറ്റബിലിറ്റി ഒന്നും നമുക്ക് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ വെറുതെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ക്യാഷ് ചെലവാക്കിയിട്ട് യാതൊരു കാര്യവും അവിടെ ഇല്ല. അടുത്ത ചോദ്യം, ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ടോബിൻസ് ക്യൂ റേഷ്യോ നമ്മൾ ഈ ഫിസിക്കൽ അസറ്റും മാർക്കറ്റ് വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ വേണ്ടേ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ആസ് ദർ ഇസ് നോ ക്രൗഡിംഗ് ഔട്ട് ഫിസിക്കൽ പോളിസി ഈസ് ഫുള്ളി എഫക്റ്റീവ് ഇൻ. ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പം നമ്മളെ ഗവൺമെന്റ്, ഓഫ് കോഴ്സ് നമുക്ക് ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത് വെൽഫെയർ മോട്ടീവ് ആണ്. സോ ഗവൺമെന്റ് ഏത് രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ അണ്ടർടേക്ക് ചെയ്താലും അവർ ബേസിക്കലി അഡെയർ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആയിരിക്കും? വെൽഫെയർ രീതിയിലുള്ളതായിരിക്കും. സോ ഇവർ കടം മേടിച്ചെങ്കിലും ഈ എക്സ്പെൻഡിച്ചർ അണ്ടർടേക്ക് ചെയ്യും. സോ അങ്ങനെ അവർ എക്സ്പെൻഡിച്ചർ അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് കടം മേടിക്കുമ്പോൾ ഇൻട്രസ്റ്റ് അടച്ചേ മതിയാവുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവര് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. അതിനെയാണ് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് ഇല്ല, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഗവൺമെന്റിന് ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ പോളിസി ഏത് ലെവലിലായിരിക്കും ഇഫക്റ്റീവ് ആകുന്നത് എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ആൻസർ കെയ്നീഷ്യൻ റേഞ്ച് ഓഫ് LM കർവ് ആണ്. കാരണം കെയ്ൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഫിസിക്കൽ പോളിസി മെക്കാനിസം. എന്താ ഫിസിക്കൽ പോളിസി? ഫിസിക്കൽ പോളിസി പറഞ്ഞാൽ ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദ ഗവൺമെന്റ് അല്ലെ. ഗവൺമെന്റിന്റെ ടാക്സ്, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ മെക്കാനിസം ഇവയെല്ലാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഫിസിക്കൽ പോളിസി റിജൈമില് ബേസിക്കലി വരുന്നത്. കെയ്നീഷ്യന്റെ LM കർവിന്റെ റേഞ്ച്, അതിനെ ലിക്വിഡിറ്റി ട്രാപ്പ് എന്നും പറയും. അവിടെ LM കർവ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആണ് വരുന്നത് അല്ലെ. അതായത് ഇവിടെ ബേസിക്കലി ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് വരുന്നില്ല. മണി സപ്ലൈ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ എക്കോണമിയിൽ യാതൊരു തരത്തിലുള്ള സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള കണ്ടീഷൻസും ഇല്ല. അവിടെ കൃത്യമായ രീതിയിൽ മണി ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. യാതൊരു പ്രശ്നവും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് എന്തില്ല, ഒരു ഡിസ്കറേജ് ഇല്ല അല്ലെ. കാരണം ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചസും സംഭവിക്കുന്നില്ല. ഗവൺമെന്റ് ഓവറായി എക്സ്പെൻഡിച്ചർ നടത്തി എന്നുള്ളത് കൊണ്ടും പ്രോബ്ലംസ് ഇല്ല. അടുത്ത ചോദ്യം, ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക് ഹാസ് ബീൻ ഇൻവെന്റഡ് ബൈ. റൈറ്റ് ആൻസർ ജോർജ് ബി ഡാൻസിക് ആണ്. അതായത് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ മെഷർ ആണ് അല്ലെ. അതായത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബിസിനസ് യൂണിറ്റിന്റെ കണ്ടീഷൻസിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രപ്പോർഷൻ എങ്ങനെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ടോ മുതലായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായി സ്പഷ്ടമായി അറിയേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത് അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അത് പുട്ട് ഫോർവേഡ് ചെയ്തത് ജോർജ് ബി
ഡാൻസിങ് ആണ്. നമുക്ക് അലൈൻ ചെയ്യാൻ, അതായത് ഓവറായി എക്സ്പെൻഡിച്ചർ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുക, ഇതിനെല്ലാമായാണ് ഇത് നമ്മളെ സഹായിക്കുന്നത്. Multicollinearity is used to denote the presence of right answer linear relationship among explanatory variable ആണ്. സോ നമ്മൾ എക്കണോമെട്രിക്സിന്റെ മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇത്തരത്തിലുള്ള ടേമുകൾ കാണും. മൾട്ടി കൊളൈനറിറ്റി, ഓട്ടോ കോറിലേഷൻ, ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി, ഇങ്ങനെയുള്ള പദങ്ങളാണ് നിങ്ങൾ അവിടെ നേടുന്നത്. അപ്പം മൾട്ടി കൊളൈനറിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തിനെയാണ് മൾട്ടി കൊളൈനറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ. നമ്മൾ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇത് നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. അപ്പൊ ഈ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ, അസോസിയേഷൻ എങ്ങനെയാ മുതലായ കാര്യങ്ങളാണ് നമ്മൾ ജനറലി അവിടെ പഠിക്കുന്നത്. സോ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളിൽ തന്നെ പരസ്പരം ബന്ധം കാണും. സേ ഫോർ എക്സാമ്പിൾ, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എക്സ്, പ്രൈസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല അല്ലെ. പ്രൈസ് എന്ന് മാത്രം നമ്മൾ എഴുതിയാൽ മതി, അല്ലാതെ പ്രൈസ് ഓഫ് എക്സ്, പ്രൈസ് ഓഫ് വൈ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോ ഇവിടെ പ്രൈസ് ഓഫ് എക്സ് ആൻഡ് പ്രൈസ് ഓഫ് വൈ രണ്ടും പരസ്പരം റിലേറ്റഡ് ആ, കാരണം രണ്ടു വില തന്നെയല്ലേ വരുന്നത്, രണ്ടിനും ഒരേ റിലേഷൻ ആയിരിക്കും സെയിം കമോഡിറ്റി ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻ വരുന്നുണ്ട് അല്ലെ. സോ there comes what? There comes multicollinearity. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണിത് അല്ലെ. അവര് പറയുന്നത് എന്താ, ഒരിക്കലും ഇങ്ങനെ ആവരുത്. നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളുകള്, അതായത് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളുകള് ഒരിക്കലും പരസ്പരം റിലേറ്റഡ് ആവാൻ പാടില്ല. നമ്മളെ സ്റ്റഡിയില് എത്ര വേരിയബിൾസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ ആ വേരിയബിൾസിനെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കണം. അടുത്ത ചോദ്യം, the linearity assumption in the Gauss-Markov theorem refers to the linearity of the right answer relationship between independent variable. Gauss-Markov theorത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒന്നാണ് ബെസ്റ്റ് അല്ലെ. എന്താണ് ബെസ്റ്റ്? ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബയസ്ഡ് അല്ലെ. അതായത് നമ്മളിവിടെ ബേസിക്കലി പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബെസ്റ്റ് ആയിരിക്കണം നമ്മളുടെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ എസ്റ്റിമേറ്ററിൽ എന്തെങ്കിലും ഒരു രീതിയില് പ്രോബ്ലം വരികയാണെങ്കിൽ അത് പ്രോബ്ലമാറ്റിക് കണ്ടീഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ എസ്റ്റിമേറ്റർ എപ്പോഴും ബെസ്റ്റ് എസ്റ്റിമേറ്റർ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അൺബയസ്ഡ് ആയിരിക്കണം അല്ലെ. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും, അതായത് നമ്മുടെ എസ്റ്റിമേറ്ററിന് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അവർ അതിനായി ഒരു ടേം ഉപയോഗിക്കുന്നുണ്ട്, ബ്ലൂ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ടേം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ലീനിയർ, അൺബയസ്ഡ് അല്ലെ, ഇങ്ങനെ മുതലായിട്ടുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ബേസിക്കലി എസ്റ്റിമേറ്റേഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത്. ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. അടുത്തത് ഈ നാം aims to. So ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ലീനിയാരിറ്റി പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു ചെറിയ ബന്ധമൊക്കെ ഉണ്ടായിരിക്കണം. ഈ നാം aims to. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ക്രിയേറ്റ് എ യൂണിഫൈഡ് മാർക്കറ്റ് ത്രൂ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. നമുക്കറിയാം ഇന്ന് നമ്മൾ ഒന്ന് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ഓൺലൈൻ ഫ്രെയിംവർക്കിലൂടെ തന്നെയാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് അല്ലെ. സോ ഈ ഓൺലൈൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഈനാം എന്നുള്ളത് കൊണ്ട് ബേസിക്കലി ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് കമോഡിറ്റീസ് ആണെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് എത്താനായി നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈനാം ഫ്രെയിംവർക്ക്. ഈനാം എന്നാൽ ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് ആണ്. അത് ബേസിക്കലി അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ്. വൺ നേഷൻ വൺ മാർക്കറ്റ് എന്നാ പറയുന്നത്. അവിടെ നമുക്ക് അഗ്രികൾച്ചർ കമോഡിറ്റീസ് ലിങ്ക് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും സെല് ചെയ്യാനും ഉള്ള ഒരു
ഒരു കുടക്കീഴ് അല്ലെ, അതുപോലെ ഒരു ഫ്രെയിംവർക്ക് ആണ് വരുന്നത്. ഓൺലൈൻ പ്രൈസ് ഡിസ്കവറി, അതേപോലെ ഫാമേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് സിങ്ക്രണൈസ് ചെയ്യുന്ന ഒരു മെക്കാനിസവുമാണ് ഈനാം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. Next question, identify the theory which suggests that some developing economies are caught in a stable equilibrium where factors like low saving, low investment and high population growth reinforce each other, preventing economic progress. Low level equilibrium trap ആണ്. അതായത് ചില എക്കണോമിയുടെ കണ്ടീഷൻസിലേക്ക് പ്രൊസീഡ് ചെയ്യുമ്പോൾ അവർ വളരെ ഡിപ്ലറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസിലൂടെ പാസ് ചെയ്തു പോകും. അവരെപ്പോഴും അതേ സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും. അവർക്ക് പ്രൊസീഡ് ചെയ്യണം, മുന്നോട്ടേക്ക് ഒറിജിനേറ്റ് ചെയ്യണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ദേ വിൽ ബി ഓൾവേസ് ഇൻ എ ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ്. അവർക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാനോ ഒരുപാട് രീതിയിലുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാനായിട്ടോ സാധിക്കുന്നതല്ല. ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് റിച്ചാർഡ് ആർ നെൽസൺ 1956 പുട്ട് ഫോർവേഡ് ചെയ്തത്. അവിടെ എന്താ വെച്ചാൽ അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസ് എപ്പോഴും സ്റ്റക്ക് ആയിരിക്കും, പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി സപ്പോസ് എന്തെങ്കിലും ഒരു ഇൻകത്തില് ഒരു വർധനവ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് എക്കണോമിയുടെ വേറെ മേഖലകളിൽ സേവിങ്സ് ആയി മാറുക ചെയ്യുന്നത്. അല്ലാതെ അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുകയോ എക്കണോമി പ്രൊസീഡ് ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നെക്സ്റ്റ് കാർബൺ ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ റൈറ്റ് ആൻസർ 2010 കാർബൺ ടാക്സ് കൊണ്ടുവന്നത്. എന്തിനാ വെച്ചാൽ ക്ലീൻ എനർജി സെസ് ആണ്, നമ്മളുടെ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. കോൾ, ലിഗ്നൈറ്റ്, പീറ്റ് ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ കൺസർവേഷൻ ചെയ്യാം മുതലായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സോ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്, കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.